ഈ കാണുന്നതാണ് കുളച്ചൽ സ്മാരകം. ഈ കാണുന്നതാണ് പഴയ തിരുവിതാംകൂറിന്റെ രാജമുദ്ര. ഈ കാണുന്നതാണ് കുളച്ചൽ യുദ്ധസ്മാരക സ്തൂപം. യുദ്ധത്തിന്റെ ചരിത്രം ചിത്രങ്ങളിലൂടെ വരച്ചു കാണിച്ചു. തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഭാഗമായി ജൂലൈ 31 നടന്ന പോരാട്ടമാണ് കുളച്ചൽ യുദ്ധം. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നടത്തിയ നിർണായകമായ ഈ യുദ്ധത്തിലെ തോൽവിയോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതായി നമ്മൾ പോകുന്നത് കുളച്ചൽ ഹാർബറിലേക്കാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള ഒരു തീരപ്രദേശ പട്ടണമാണ് കുളച്ചൽ. 1741 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ശേഷം വിജയത്തിന്റെ സ്മരണയ്ക്കായി കടൽ തീരത്ത് ഒരു വിജയസ്തംഭം സ്ഥാപിച്ചു. അന്ന് ദൂരെയായി ഒരു ചെറു പട്ടണവും പള്ളിയും കാണാം. ആയിരത്തി 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് മുൻപ് ഇത് തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അറബിക്കടലിന്റെ അതിർത്തി കൂടിയാണ് ഈ പട്ടണം. കുളച്ചൽ ഒരു പുരാതന നഗരമാണ്. വാസ്കോ ഡ ഗാമ കൊളാച്ചി എന്നാണ് വിളിച്ചിരുന്നത്. മത്സ്യബന്ധനത്തിന് പോകാനുള്ള ചെറിയ വള്ളങ്ങളും ബോട്ടുകളുമാണ് ഈ കാണുന്നത്. ഇതാണ് 2004 ലോകത്തെ നടുക്കിയ സുനാമിയിൽ മരിച്ചവരുടെ സ്മാരകം. കുളച്ചൽ പട്ടണത്തിൽ സുനാമിയിൽപ്പെട്ട് മരിച്ചവർ ഈ സ്മാരകത്തിന് കീഴിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മരിച്ചുപോയവരുടെ പേരും വയസ്സുമാണ് സ്മാരകത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തായി കുട്ടികൾക്കായുള്ള ഒരു ചെറിയ പാർക്കും കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ് പാർക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർക്കിന് പുറകിലായി കടലിന്റെ ഭംഗി മനോഹരമായി കാണാം. ഇന്നത്തെ നാം സഞ്ചാരികളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കും. പുതിയ യാത്രകളുമായി വീണ്ടും കാണാം.